എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നേന്ത്രക്കായ ഉപയോഗിച്ചിട്ട് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. ഇത് സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് വെജ് റൈസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സൈഡ് ഡിഷ് ആക്കിയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. നമ്മൾ നേന്ത്രക്കായയുടെ ബിരിയാണിയും നേന്ത്രക്കായ ബജി ഫ്രൈ ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അതിലും കിടിലനായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്കായിട്ട് നമ്മൾ ഒരു വലിയ സൈസ് നേന്ത്രക്കായാണ് എടുത്തേക്കണത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 250 ഗ്രാമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ഈ കായൊക്കെ ഒന്ന് നന്നായിട്ട് ചീവി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചീവിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ കറയൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞവെള്ളത്തിലൊക്കെ ഇട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നന്നായി ഒലമ്പി എടുക്കുക കൈ കൊണ്ട്. ഇതുപോലെ നന്നായി ഒലമ്പിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് വാർത്തങ്ങോട്ട് എടുക്കുക. വെള്ളം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേറൊരു ബൗളിലേക്ക് നമുക്കെല്ലാം മാറ്റി വയ്ക്കാം. അപ്പോൾ അതേപോലെ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം എല്ലാം നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് മസാലകളൊന്നും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് എന്തായാലും ചേർക്കണം. നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാനായിട്ടാണ് ചേർക്കണത്. അത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നൈസായിട്ട് അരിഞ്ഞിട്ട് നീളനെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി, നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് മൈദയാണ് ചേർത്തേക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കോൺഫ്ലോറും അരിപ്പൊടിയും ഒരു നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കണത്. അതെല്ലാം കൂടെ ഇട്ട് മിക്സാക്കുക. നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ, വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. അതിലത്തെ ആ കായലത്തെയും പിന്നെ ആ സവാളയിലത്തെയൊക്കെ വെള്ളം കൂടെ ഇറങ്ങി വരും. അത്രയും വെള്ളം മാത്രം മതി. സവാള അധികം ചേർക്കണ്ട കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗം മാത്രം തന്നെ ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അതുപോലെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. അതിലേക്ക് ഓരോ പിഞ്ചുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഷേപ്പൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ ഓരോ പിഞ്ചാക്കിയിട്ട് ചെറിയ സൈസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിടിപ്പിച്ച് കൊടുക്കുക അടിയിൽ നിന്ന്. എന്നിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുരമുരാന്നിരിക്കും. ഞാൻ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ വേണ്ട, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനൊരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ട, ഇത്രയും ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് സെക്കൻഡ് ട്രിപ്പും അതുപോലെ തന്നെ നമ്മൾ മുഴുവനായിട്ടും ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഒരു വേറെ പാനിലേക്ക് മാറ്റാം. ഒരു 3 ടേബിൾ സ്പൂൺ അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ പാനിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 4 വെളുത്തുള്ളി പൊടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇഞ്ചി നീളനെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. 1 പച്ചമുളക് പൊടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സൈസ് സവാള ചെറിയ സ്ക്വയർ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂക്കുന്ന നേരം കൊണ്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തീരെ കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് ടീസ്പൂണോട് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതപ്പോൾ സവാളയൊക്കെ നമ്മുടെ ചില്ലി പരിവമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചില്ലി പരിവായി ആയാൽ മാത്രം മതി കേട്ടോ. ബ്രൗൺ ഷെയ്ഡൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ ചില്ലി പരിവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഡൈസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉതിർത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. സ്ക്വയർ പീസുകളാക്കിയിട്ട്, വലിയ സ്ക്വയർ പീസാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ സൈസ് ക്യാപ്സിക്കാണ്, അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. സ്ക്വയർ പീസുകളാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളിയാണ് കേട്ടോ. കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതും ഇതുപോലെ തന്നെ സ്ക്വയർ പീസുകളാക്കിയിട്ടാണ്, വലിയ സ്ക്വയർ പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്ന ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആയാലും മതി. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകവും 1/2 ടീസ്പൂൺ നമ്മുടെ ഓൾ ഇൻ വൺ മസാല, നമ്മൾ ഗരം മസാല, ചിക്കൻ മസാല, അത് നിങ്ങളുടെ വീട്ടിലുള്ള ഇട്ട് കൊടുക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. ആ മസാല ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന്, ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതിയിട്ട്, വല്ലാണ്ട് മൂപ്പിക്കേണ്ട. സവാളയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറിൻ്റെ മിക്സിൽ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക.
അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം വേണം. നല്ലോണം ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും കോൺഫ്ലോർ ചേർത്ത കാരണം. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെയും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇതിലേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കുക. എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില കൂടെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ അടിപൊളി കിടിലൻ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ശരിക്കും നമ്മൾ ചിക്കൻ കഴിക്കുന്ന അതേ ഒരു രുചിയിൽ തന്നെയായിരിക്കും ഇത് നമുക്ക് കിട്ടണേ. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കായാണെന്ന് തന്നെ നമുക്കറിയില്ല. അത് ചീവിയിട്ടൊക്കെ ഇട്ട കാരണം കായാണെന്നുള്ളത് അറിയേയില്ല കഴിക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.